നമ്മളെ കല്യാണം തോന്നാണ് ചലഞ്ച്. അത് പിന്നെ ജയിക്കുന്ന ആള് പറഞ്ഞാൽ ഇതെന്തോന്നാണ് കളിയെന്ന് തോന്നാണ്. പറ റെക്കോർഡ് ചെയ്യാണ്. പറ നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഷാരോൺ രാജ് മരിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഷാരോണിന്റെ മാതാപിതാക്കൾ പരാതിയുമായി പാറശാല പോലീസ് സ്റ്റേഷനിലെത്തി. തുടർന്ന് പാറശാല പോലീസ് ഗ്രീഷ്മയുടെ വീട്ടിലെത്തി. ഗ്രീഷ്മയിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ അവർ ശ്രമിച്ചു. തിരികെ സ്റ്റേഷനിലെത്തിയപ്പോൾ ഇതാ ഗ്രീഷ്മയുടെ കോൾ. ഞാനാണ് കുറ്റക്കാരിയെന്ന് കരുതുന്നുണ്ടോ സാറേ? അങ്ങനെയുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും. അന്ന് പാറശാല SI ആയിരുന്ന സജിയുടെ ഫോണിലേക്കാണ് ഗ്രീഷ്മ വിളിച്ചത്. തുടർച്ചയായി ഇത് പറഞ്ഞ് അലറിക്കൊണ്ടിരുന്നു. പിന്നീട് പലപ്പോഴും SI സജിയെ ഗ്രീഷ്മ അങ്ങോട്ട് കയറി വിളിക്കും. ഞാനാണ് കുറ്റക്കാരിയെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് അവർ തുടർച്ചയായി പറഞ്ഞത്. ഒടുവിൽ SI ഫോൺ എടുക്കാതായി. കേസന്വേഷണത്തിന്റെ തുടക്കത്തിൽ അന്ന് സംഭവിച്ചത് എന്താണ്? അന്ന് പാറശാല CI മലയാളി വാർത്തയോട് പറഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ. വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ചോദിക്കുകയാണ് ഈ കാര്യങ്ങളിൽ. ചോദിച്ച് അവർ പറയുന്ന കാര്യങ്ങളെ അപ്പോൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല. കാരണം അതിനെതിരായിട്ട് ചോദിക്കാനോ പറയാനോ പോലീസിന്റെ കയ്യിൽ അപ്പോൾ ഒരു തെളിവില്ല, ഒരു പരാതിയില്ല. ഈവൻ അപ്പോൾ പരാതി പോലും ഇല്ല. 26-ാം തീയതി ബന്ധുക്കൾ ഇവിടെ വന്ന് ഈ മകൻ 25-ന് മരിച്ചു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തരുന്ന സമയത്താണ് അവരിങ്ങനെ മരിച്ചതിന് ശേഷമാണ് അവർ ഗ്രീഷ്മയിലേക്ക് ഒരു സംശയം പറയുന്നത്. അതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ പോകുന്നത്. ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി ഗ്രീഷ്മയിൽ നിന്നും ഗ്രീഷ്മയുടെ അമ്മയിൽ നിന്നും മൊഴിയെടുക്കുന്നത്. ഈ 26-ാം തീയതി ഈവനിങ് അപ്പോൾ അത് പൂർത്തിയാവുന്നു. പോസ്റ്റ്മോർട്ടം കഴിയുന്നു. ഡോക്ടർ ഇത് പറയുന്നുണ്ട്, പോയിസൻ്റെ ഒന്നും കണ്ടന്റ് കാണുന്നില്ല എന്ന് പറയുന്നു. എങ്കിലും ഞങ്ങൾ ഈ ബന്ധുക്കൾ ഇങ്ങനെ വീണ്ടും 27-ാം തീയതി ആയപ്പോഴത്തേക്കും ബന്ധുക്കൾ ഇങ്ങനെ സംശയം കൂടുതൽ പറഞ്ഞു തുടങ്ങി. മീഡിയാസിലൊക്കെ വാർത്തകൾ വന്നു തുടങ്ങി. ആ 26-ന് വൈകുന്നേരത്തോടുകൂടി തന്നെ 27-ന് വീണ്ടും ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വീണ്ടും പോകുന്നു. വീണ്ടും പോയി ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു. അതിന് 2-3 മണിക്കൂർ സമയം എടുക്കും. അപ്പോൾ പറയുമ്പോഴത്തേക്ക് ആദ്യം പറയുന്നു കോകിലാദി കഷായം കൊടുത്തു എന്ന് പറയുന്നു. അത് അയാളുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അയാൾക്ക് ഗായത്രി എന്ന് പറയുന്ന ഒരു ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണെന്ന് പറയുന്നു. അപ്പോൾ അത് ഞങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. അല്ല, അത് ഇയാളുടെ ഒരു റിലേറ്റീവായ പ്രശാന്തിനി വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഗായത്രി ഈ ഗ്രീഷ്മയ്ക്ക് പ്രശാന്തിനി വാങ്ങിച്ചു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് നോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഈ ഒഴിഞ്ഞ കുപ്പി എവിടെയും ചോദിച്ചപ്പോൾ അത് കൊണ്ടുവന്ന് സ്ക്രാപ്പിന് കൊടുത്തു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് സ്ക്രാപ്പുകാർ വന്ന് എടുത്തു പോയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഞങ്ങൾക്ക് അപ്പം തന്നെ വന്നു തുടങ്ങി. പക്ഷേ സംശയിക്കാനേ പറ്റുള്ളൂ, കൂടുതൽ ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് ഈ കോകിലാദി കഷായം ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ളത് പ്രശാന്തിനെ കണ്ട് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം പ്രശാന്തിനെ കണ്ട് വീണ്ടും 28-ാം തീയതി പ്രശാന്തിനെ കണ്ട് കോകിലാദി കഷായം എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കും. അത് ഇന്ന കടയിലാണെന്ന് പറയുന്നുണ്ട്. അല്ല അതിന് അപ്പോൾ പിന്നെ കോകിലാദി കഷായത്തിന് പകരം പ്രശാന്തിനിയുടെ അടുത്ത് എത്തപ്പോഴത്തേക്കും പ്രശാന്തിനിയുടെ വേർഷൻ എന്തായി? കദളി കൽപ്പം എന്ന് പറയുന്ന മറ്റൊരു മെഡിസിൻ്റെ പേരാണ് പറയുന്നത്. അപ്പോൾ ഈ കദളി കൽപ്പത്തിൻ്റെ കുപ്പി എവിടെ നിന്ന് അടുത്ത് അന്വേഷിച്ചു. അപ്പോൾ വീണ്ടും ഗ്രീഷ്മയുടെ അടുത്ത് പോകുന്നു. അപ്പോൾ ഗ്രീഷ്മ പറയുന്ന ഈ ഒഴിഞ്ഞ കുപ്പിയും കൊണ്ട് മാമൻ ചോറിൻ്റെ കറിയും കൊണ്ട് തമിഴ്നാട്ടിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വരാൻ ഈവനിങ് ആവും. അപ്പോൾ ആ കുപ്പിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അയാൾ തിരിച്ചു വന്നപ്പോൾ ആ കുപ്പി ഞങ്ങൾ കളക്ട് ചെയ്തു. ഈ കുപ്പിയും കൊണ്ട് വീണ്ടും നമുക്ക് ഈ വിറ്റ് ഒരു വാങ്ങിച്ചു എന്ന് പറയുന്ന കടയിൽ പോകേണ്ടത്. അപ്പോൾ പറയുന്നു ഈ സാധനമല്ല ഈ കദളി കൽപ്പം വരുന്ന കുപ്പി. അപ്പോഴേ തന്നെ ഇതെല്ലാം നമുക്ക് കോൺട്രാഡിക്ഷൻ ഫീൽ ചെയ്ത് തുടങ്ങി. നിങ്ങൾ കടകൾ മാറി മാറി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കടകളിലെല്ലാം പോയി. അപ്പോൾ പോകുമ്പോഴൊന്ന് ഇവരങ്ങനെ മെഡിസിൻ വാങ്ങിച്ചിട്ടില്ല. ഇനി അഥവാ മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കുപ്പിയല്ല ആ കദളി കൽപ്പം വന്ന കുപ്പിയെന്ന് ഈ കടക്കാർ മൊഴി പറയുന്നതോടുകൂടി നമുക്ക് ഇവരിലേക്ക് സംശയം വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതെ അതുണ്ട്. ഇത് എല്ലാം സംഭവിക്കുന്നത് 28-ാം തീയതിയാണ്. 27-28 ദിവസങ്ങളാണ്. ഇതേ ദിവസം തന്നെ 28-ന് തന്നെ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിൽ SI തന്നെ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി ക്വസ്റ്റ്യനെയർ തയ്യാറാക്കിയിട്ട് വിരുദ്ധമായ മൊഴികളിൽ പ്രശാന്തിനെ ആദ്യം പോലീസ് പൂട്ടി. ആദ്യം കേസന്വേഷിച്ച പാറശാല പോലീസിനെ കേസന്വേഷണത്തിൽ നിന്ന് മാറ്റി റൂറൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. അവരാണ് പിന്നീട് കേസന്വേഷണം ഏറ്റെടുത്തത്. പ്രശാന്തിനി പോലീസ് വലയിൽ വീണു. തൻ്റെ മേൽ പിടിമുറുക്കി എന്ന് മനസ്സിലായപ്പോൾ പ്രശാന്തിനി ഉള്ള സത്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഗ്രീഷ്മ തന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താൻ ഇപ്രകാരം മൊഴി നൽകിയത്. കഷായം കുറിച്ചു നൽകിയെന്ന് പറയുന്ന ആയുർവേദ ഡോക്ടറും വാദം തള്ളി. അമ്മയ്ക്കൊപ്പം വീട്ടിലെത്തിയ ഓട്ടോ ഡ്രൈവർക്കും ഇതേ ജ്യൂസ് നൽകിയെന്ന് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് കൃത്യമായി പോലീസ് തെളിയിച്ചു. ഒക്ടോബർ 29-ന് തന്നെ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു.
റൂറൽ SP-യുടെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസണും പാറശാല CIയും SIയും അടക്കം 10 അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്നു ടീമിൽ. ഒക്ടോബർ 30-ാം തീയതി തന്നെ ഗ്രീഷ്മയെ ചോദ്യം ചെയ്യാനായി റൂറൽ SP ഓഫീസിലേക്ക് വിളിപ്പിച്ചു വരുത്തുന്നു. അവിടെ D. ശിൽപ IPS. 4 ചോദ്യങ്ങളാണ് ഗ്രീഷ്മയ്ക്ക് മുന്നിൽ പോലീസ് സംഘം നിരത്തിയത്. മറ്റൊരു വിവാഹം തീരുമാനിച്ച ശേഷവും എന്തിന് ഷാരോണിനെ വിളിപ്പിച്ചു വരുത്തി? 2. ഷാരോണിന് കൂൾ ഡ്രിങ്ക്സ് അടക്കം എന്തൊക്കെ നൽകി? 3. കഷായം നൽകാനുണ്ടായ സാഹചര്യമെന്ത്? 4. ഷാരോൺ എത്തുന്ന സമയത്ത് വീട്ടിൽ ആരൊക്കെയുണ്ടായിരുന്നു? ഈ 4 ചോദ്യങ്ങൾക്കും നേരത്തെ ബന്ധുക്കളോട് ഗ്രീഷ്മ പലതരത്തിൽ ഉത്തരം പറഞ്ഞിരുന്നു. പോലീസിന്റെ 4 ചോദ്യങ്ങൾക്ക് മുൻപിൽ ഗ്രീഷ്മ വിയർത്തു. മൊഴികളിലെ വൈരുദ്ധ്യം ഗ്രീഷ്മയ്ക്ക് കുരുക്കായി. അപ്പോഴേ D. ശിൽപ SP കുറിച്ചു, ഇവൾ തന്നെയാണ് കൊലപാതകി. തൊട്ടുപിന്നാലെ ഷാരോണിന്റെ സഹോദരൻ ഷീമോനും ഗ്രീഷ്മയും തമ്മിലുള്ള ഫോൺ സംഭാഷണം, ആ വാട്സാപ്പ് ചാറ്റ്, ഗ്രീഷ്മയെ കാണിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ. കഷായത്തിന്റെ പേര് എന്തുകൊണ്ട് ഷീമോനോട് വെളിപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് മുൻപിൽ ഗ്രീഷ്മ തളർന്നു. ഒടുവിൽ ഗ്രീഷ്മ താൻ ചെയ്ത കുറ്റകൃത്യം പോലീസ് സംഘത്തിന് മുന്നിൽ തുറന്നു സമ്മതിച്ചു. അതായിരുന്നു കേസിന്റെ ടേണിംഗ് പോയിന്റ്. വീട്ടിലെത്തിയ ഷാരോണിനോട് ഈ ബന്ധമൊഴിയണമെന്ന് താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഷാരോൺ അതിന് തയ്യാറായില്ല. എനിക്കില്ലാത്തത് മറ്റൊരുത്തന് വേണ്ട എന്നായിരുന്നു ഷാരോൺ എന്നോട് പറഞ്ഞത്. വീട്ടിലേക്ക് വിളിപ്പിച്ചു വരുത്തി ഷാരോണിൽ നിന്ന് ബന്ധമൊഴിയുകയായിരുന്നു തൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് 13-ന് രാത്രി താൻ ഷാരോണിനെ നിർബന്ധിച്ച് വിളിപ്പിച്ചത്. 13-ാം തീയതി രാത്രി 1 മണിക്കൂർ 7 മിനിറ്റ് അവൾ ഷാരോണുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കൃത്യമായി സെക്സ്റ്റിംഗ് തന്നെയാണ് അവിടെ നടന്നത്. 14-ന് രാവിലെ 7:35 മുതൽ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വരണം എന്നവനെ അവൾ നിർബന്ധിച്ചു. എന്നാൽ വീട്ടിലെത്തിയ പാടെ ലൈംഗിക ബന്ധത്തിന് ശേഷം അവൾ ഷാരോണിനോട് പറഞ്ഞു, ഇനി നമുക്ക് പിരിയാം, എനിക്ക് കിട്ടാത്തത് ഇനി ഒരുത്തനും കിട്ടണ്ട. തുടർന്ന് ഷാരോൺ തൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രീഷ്മയുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടും എന്ന് ഭയപ്പെടുത്തി. അത് പ്രതിശ്രുത വരന് നൽകുമോ എന്ന് താൻ ഭയപ്പെട്ടു. അതുകൊണ്ടാണ് ഷാരോൺ ടോയ്ലറ്റിലേക്ക് കയറിയപ്പോൾ ആ കഷായത്തിൽ പെട്ടെന്ന് വിഷം കലർത്തി അവന് കുടിക്കാനായി കൊടുത്തത്. കളനാശിനി ഉണ്ടായിരുന്ന കുപ്പിയുടെ ലേബലിളക്കിയതിനു ശേഷം ആ കുപ്പി വലിച്ചെറിഞ്ഞു. അത് പിന്നീട് ഗ്രീഷ്മയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തു. ഷാരോണിനെ പരിശോധിച്ച മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും ഇക്കാര്യങ്ങൾ ശരിവച്ചു. ഇതോടെ പൂർണ്ണ കുരുക്ക് ഗ്രീഷ്മയുടെ മേൽ കുരുങ്ങി. ഷാരോണിന്റെ ഛർദിയിൽ നീല കലർന്ന പച്ച നിറമുണ്ടായിരുന്നു എന്ന് ഡോക്ടർ പോലീസിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളിലാണ് കാപ്പിക് എന്ന കളനാശിനിയാണ് ഷാരോണിന്റെ ജീവനെടുത്തത് എന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായി. ഛർദിയിലോ മൂത്രത്തിലോ ഇരുണ്ട നിറം വരണമെങ്കിൽ വൃക്ക, കരൾ എന്നിവയെ ബാധിക്കുന്ന എന്തെങ്കിലും ഉള്ളിൽ ചെന്നിരിക്കാം എന്ന സംശയം. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കോപ്പർ സൾഫേറ്റ് ആണ് എന്ന് ഡോക്ടർമാർ മനസ്സിലാക്കി. പിന്നീട് പരിശോധിച്ചപ്പോൾ അതല്ല എന്ന് മനസ്സിലായി. വീടിന് പുറത്തുനിന്ന് കാപ്പിക്കിന്റെ കുപ്പിയും മറ്റും കണ്ടെടുത്തതോടെ ഗ്രീഷ്മയ്ക്കുമേൽ എല്ലാ കുരുക്കും മുറുകി. ഗ്രീഷ്മ കഷായത്തിൽ കലർത്തി നൽകിയ പാരക്വിറ്റ് ഡൈക്ലോറേറ്റ് എന്ന വിഷമുള്ളിൽ ചെന്നാണ് ഷാരോൺ മരിച്ചത് എന്ന് ഡോക്ടർമാർ പിന്നീട് മനസ്സിലാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പാത്തോളജി വിഭാഗം ഇത്തരമൊരു മൊഴി നൽകിയതോടെ ഗ്രീഷ്മയുടെ മേൽ എല്ലാ കുരുക്കും മുറുകി. പാത്തോളജി വിഭാഗം മേധാവി ജെയ്മി ആനന്ദിന് ഇതിൽ മറ്റൊരു സംശയമില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ കോളേജ് പോലീസ് സർജൻ ഡോക്ടർ ധന്യ രവീന്ദ്രന്റെ മൊഴിയും നിർണായകം. പാരക്വിറ്റ് ഡൈക്ലോറേറ്റ് ഷാരോണിന്റെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കി, അതാണ് മരണകാരണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിഗമനം പൂർണ്ണമായി ശരിവെക്കുന്നതായിരുന്നു പാത്തോളജി റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമൊക്കെ. ഷാരോണിന്റെ മാതാപിതാക്കൾ ചില സംശയങ്ങൾ പാറശാല പോലീസിന് മുന്നിൽ വ്യക്തമാക്കിയിരുന്നു. ഗ്രീഷ്മയുടെ ജാതകദോഷത്തെക്കുറിച്ചുള്ളതായിരുന്നു അതിലൊന്ന്. ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിക്കും എന്നവൾ വിശ്വസിച്ചു. അതുകൊണ്ടായിരിക്കാം ഷാരോൺ രാജിനെ അവൾ നിർബന്ധിച്ച് അവൾ തന്നെ താലി വാങ്ങി വെട്ടുകാട് പള്ളിയിലും പിന്നീട് വീട്ടിലും വെച്ച് താലികെട്ടൽ ചടങ്ങ് നടത്തിയത്. ജ്യോത്സ്യന്റെ പ്രവചനം സാധ്യമാക്കാൻ ആദ്യ ഭർത്താവ് എന്ന നിലയ്ക്ക് ഷാരോണിനെ അവൾ വകവരുത്തി. പിന്നീട് സൈനികനുമൊത്തുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടു. ഗ്രീഷ്മയെ പോലീസ് സംഘം ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അവൾ അത് നിഷേധിച്ചു. ജാതകദോഷത്തിന്റെ കഥ വെറുതെ പറഞ്ഞതാണ് എന്ന് ഗ്രീഷ്മ പോലീസിന് മുന്നിൽ വ്യക്തമാക്കി. ഷാരോൺ എങ്ങനെയെങ്കിലും ബന്ധമൊഴിയാൻ താൻ ഈ ജാതകദോഷത്തിന്റെ കഥ അവനോട് പറഞ്ഞതാണത്രേ. അന്വേഷണ സംഘം ശക്തമായി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനിറങ്ങിയപ്പോൾ ഗ്രീഷ്മയ്ക്ക് മുന്നിൽ മറ്റു വഴികളെല്ലാം അടഞ്ഞു. തുടർന്നാണ് അമിതമായി പാരാസിറ്റാമോളും ഡോളോയുമൊക്കെ നൽകിയാൽ ഒരു വ്യക്തിക്ക് എന്തു സംഭവിക്കും എന്ന് ഗൂഗിളിൽ അവൾ തെരഞ്ഞത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചോദ്യം ചെയ്യലിൽ
പാരസെറ്റമോളും ഡോളോയുമൊക്കെ പൊടിച്ച് ജ്യൂസിൽ കലർത്തി അവന് നൽകിയ കാര്യം അവൾ സമ്മതിച്ചു. ഗ്രീഷ്മ അറസ്റ്റിലായി 85-ാം ദിവസം ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിൻകര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 85 നിർണായക ദിവസങ്ങളിൽ വേണ്ടതെല്ലാം ഗ്രീഷ്മയിൽ നിന്ന് അവർ ചോർത്തിയെടുത്തു. ഷാരോണിന്റെ കുടുംബം തുടക്കം മുതൽ ഉന്നയിച്ച സംശയങ്ങൾ തന്നെയാണ് ഈ കേസിന്റെ ഗതി നിർണയിച്ചത്. ഷാരോണിന്റെ സഹോദരൻ ഷീമോൻ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നത് ഈ കേസിൽ നിർണായകമായി. ഷീമോൻ കൗശലപൂർവ്വം ഗ്രീഷ്മയിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ആ ശബ്ദരേഖ, അതായിരുന്നു ഡി ശില്പ എന്ന റൂറൽ എസ്പിക്ക് കൃത്യമായ ദിശാബോധം കൈവരാൻ കാരണം. ഷാരോണിന്റെ കുടുംബം നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കുമ്പോൾ ഇത് അനിവാര്യമായ വിധിയെന്നാണ് കേരളം വിധിയെഴുതുന്നത്. തുടക്കം മുതൽ ഷാരോണിന്റെ മരണത്തിലെ അസ്വാഭാവികതകൾ ഒന്നൊന്നായി ആ കുടുംബം തന്നെ വെളിച്ചത്ത് കൊണ്ടുവന്നു. തെളിവുകൾ ഒന്നൊന്നായി അന്വേഷണ സംഘത്തിന് മുന്നിൽ അവർ നിരത്തി. ഏറെ ഉദ്യോഗഭരിതമാണ് ഷാരോൺ രാജിന്റെ വധം. അതിലപ്പുറം പ്രണയം എങ്ങനെ ഇത്ര വലിയ കഷായ വിഷത്തിൽ ചെന്നെത്തി എന്ന കഥ. 2022 മുതൽ കേരളത്തിൽ കഷായവും പ്രണയവും പരസ്പരം ചേർത്ത് വയ്ക്കുന്ന രണ്ട് വാക്കുകളായി. പ്രണയബന്ധത്തിലെ തകർച്ചകളിൽ കഷായത്തിന്റെ പേർ ഉയർന്നു വന്നു. പ്രാണനു തുല്യം അവൻ സ്നേഹിച്ച പെണ്ണ്, അവൻ അവക്ക് പകുത്തു നൽകിയത് തന്റെ കരൾ. എന്നാൽ അവനറിയാതെ അതേ അവന്റെ കരൾ തകർക്കുന്ന വിഷം അവനിലേക്ക് അവൾ നിറച്ചു. കേരളം മുൻപൊക്കെ ചതി, തേപ്പ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പ്രണയച്ചതിയെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. എന്നാൽ കഷായ പ്രണയം എന്ന ഒരു പുതിയ ടെർമിനോളജി തന്നെ കേരളത്തിൽ നിലവിൽ വന്നു. കാമുകനെ തേച്ചിട്ട് പോകുന്ന കാമുകിമാരെ പിന്നീട് കേരളം കഷായ പെണ്ണ് എന്നൊക്കെ അഭിസംബോധന ചെയ്തു. ഒരുപക്ഷെ കേരളത്തിലിറങ്ങുന്ന ത്രില്ലർ സിനിമകളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ അതിക്രൂരമായാണ് ഗ്രീഷ്മ ഷാരോൺ രാജിനെ വധിച്ചത് എന്ന് വ്യക്തം. കന്യാകുമാരി ജില്ലയിലെ അഴകിയ മണ്ഡപം എന്ന ബസ് സ്റ്റോപ്പ്, അവിടെ മുസ്ലിം കോളേജിലെ 2ാം വർഷ MA വിദ്യാർത്ഥിനിയായിരുന്നു ഗ്രീഷ്മ. ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ BSc റേഡിയോളജി 3ാം വർഷ വിദ്യാർത്ഥി. അഴകിയ മണ്ഡപത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ കണ്ടു. പരിചയം പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി. അഴകിയ മണ്ഡപത്തിൽ അവരുടെ ബസ് എത്തിയാൽ രണ്ടുപേരും ആ ബസ് സ്റ്റോപ്പിലിറങ്ങും. ഷാരോണിന് നെയ്യൂരിലേക്കുള്ള ബസ് അവിടെ നിന്നാണ്. ഇരുവരും ഏറെ നേരം ആ ബസ് സ്റ്റോപ്പിൽ സംസാരിച്ചിരിക്കും. പിന്നീട് ബസ്സിൽ നിന്ന് ബൈക്കിലേക്ക് അവരുടെ യാത്ര മാറി. നിരവധി സ്ഥലങ്ങളിൽ ഗ്രീഷ്മയും കൂട്ടി അവൻ യാത്ര ചെയ്തു. അവനത് പ്രണയം മാത്രമായിരുന്നില്ല, തൻ്റെ ജീവിതമായിരുന്നു. ഗ്രീഷ്മയെ തൻ്റെ ജീവിതത്തോട് അവൻ ചേർത്ത് വെച്ചു. തൻ്റെ എല്ലാമെല്ലാമായി അവളെ അവൻ സ്വപ്നങ്ങളിൽ നെയ്തുകൂട്ടി. പിന്നീട് വെട്ടുകാട് പള്ളിയിൽ വെച്ചും ഷാരോണിന്റെ വീട്ടിൽ വെച്ചുമൊക്കെ ഇരുവരും താലി ചാർത്തി. ഒരുമിച്ചുള്ള നിമിഷങ്ങളൊക്കെ ഷാരോൺ സ്വന്തം മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചു വെച്ചു. ജീവിതത്തിലെ ഏറ്റവും അമൂല്യ നിമിഷങ്ങളായി അവൻ അതൊക്കെ കരുതി. തൃപ്പരപ്പിലെ ഹോട്ടൽ മുറിയിലെ നിമിഷങ്ങളടക്കം അവൻ തന്റെ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. ഡിഗ്രിക്ക് റാങ്ക് വാങ്ങി മിടുക്കിയായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഗ്രീഷ്മ. പഠനത്തിൽ ഇത്തിരി പിന്നോക്കം പോകുന്നത് കണ്ട് വീട്ടുകാർ ശ്രദ്ധിച്ചു. ഗ്രീഷ്മയെ ഒന്ന് ചോദ്യം ചെയ്തപ്പോൾ പ്രണയത്തെക്കുറിച്ച് അവൾ പറഞ്ഞു. പ്രണയം നിഷേധിക്കുന്ന സമീപനമായിരുന്നു വീട്ടുകാർ സ്വീകരിച്ചത്. ആ ഇടയ്ക്ക് ഗ്രീഷ്മയ്ക്ക് മറ്റൊരാലോചന വരുന്നു. ഒടുവിൽ ഫെബ്രുവരിയിൽ വിവാഹ നിശ്ചയം. സൈനികനുമായുള്ള വിവാഹ ജീവിതം പിന്നീട് അവൾ സ്വപ്നം കണ്ടു. ഷാരോണിനെ ഒഴിവാക്കാൻ അവൾ തന്ത്രങ്ങൾ മെനഞ്ഞു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സെക്സ്റ്റിംഗ്, ലൈംഗികതയിൽ അവൾക്ക് വല്ലാത്ത താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാരോൺ രാജിന് തന്റെ കാമുകി എന്നതിലപ്പുറം ജീവിതത്തിന്റെ ഭാഗമായി മാറി ഗ്രീഷ്മ. 2022 ഒക്ടോബർ 14, അതിനു മുൻപ് പല ദിവസങ്ങളിലും ജ്യൂസ് ചലഞ്ച് എന്നൊക്കെ പേരിൽ ഗ്രീഷ്മ അവന് വിഷം നൽകിയിരുന്നു. അതിൽ നിന്നൊക്കെ ദൈവം അവനെ രക്ഷപ്പെടുത്തി. എന്നാൽ ഒക്ടോബർ 14-ാം തീയതി അവന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ദിവസമായി. രാമവർമ്മൻ ചിറയിലെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോൺ പോകുന്നു, കൂട്ടുകാരൻ റിജിനൊപ്പം. ഗ്രീഷ്മയുടെ കയ്യിൽ നിന്ന് ഒരു റെക്കോർഡ് ബുക്ക് വാങ്ങാൻ കൂട്ടുവരണമെന്നാണ് റിജിനോട് അവൻ പറഞ്ഞത്. രണ്ടുപേരും ഒരുമിച്ച് ഗ്രീഷ്മയുടെ വീടിനടുത്തെത്തി. അപ്പോൾ അമ്മയും അമ്മാവനും പുറത്തേക്ക് പോകുന്നു. തുടർന്ന് ഷാരോൺ വീട്ടിനുള്ളിലേക്ക് നടന്നു കയറി. ഗ്രീഷ്മയും ഷാരോണും തമ്മിലുള്ള പ്രണയവും ലൈംഗികതയുമൊക്കെ അവിടെ പൂത്തുലഞ്ഞു. പിന്നീട് അവൾ അവനോട് പറഞ്ഞു, നമുക്ക് പിരിയാം. ഷാരോണിന്റെ മൊബൈൽ ഫോണിൽ അവർ ഇരുവരും ഒന്നിച്ചുള്ള നിരവധി ഫോട്ടോകളും വീഡിയോകളുമുണ്ട്. അതൊക്കെ സമ്പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യണമെന്നാണ് അവൾ അവനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനൊന്നും ഷാരോൺ തയ്യാറായില്ല. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഇരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്ന് ഷാരോണിന് മാത്രമറിയാം. അവൾ നെയ്തുകൂട്ടിയത് അവനെ തകർക്കാനും കൊല്ലാനുമുള്ള പദ്ധതി. മുൻപ് പലപ്പോഴും ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ വിഷം നൽകിയിരുന്നു ഷാരോണിന് അവൾ. അതുകൊണ്ട് തന്നെ വിടാത്ത വയറുവേദന അവനെ വേട്ടയാടിയിരുന്നു. വയറുവേദനയ്ക്ക് കഴിക്കുന്ന കയ്പുള്ളൊരു കഷായത്തെക്കുറിച്ച് ഗ്രീഷ്മ മുൻപ് അവനോട് പറഞ്ഞിരുന്നു. പിന്നീട് ആ കഷായം കുടിക്കണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചു. എനിക്ക് കഷായം വേണ്ട എന്ന് നിലപാടെടുത്തിരുന്നു ഷാരോൺ.
എന്നാൽ അവൾ വാശി പിടിച്ചു നിർബന്ധിച്ചു. ഒടുവിൽ ഷാരോൺ ആ കഷായം വാങ്ങിക്കുടിച്ചു. വല്ലാത്ത കയ്പ് പോകാനായി മാംഗോ ജ്യൂസ് അവൾ നൽകി. 15 മിനിറ്റ് പോലും പിന്നിട്ടില്ല. ഷാരോൺ രാജ് ക്ഷീണിതനായി ഛർദ്ദിച്ച് വീടിന് പുറത്തേക്ക്. എന്തു പറ്റിയടാ എന്ന് ചോദിച്ച് ഓടിച്ചെല്ലുന്ന റിജിൻ അവന്റെ തോളിലേക്ക് അവൻ ചാഞ്ഞു. വീട്ടിൽ നിന്ന് ഇത്തിരി കഷായം കുടിച്ചു, തീരെ വയ്യ, ഛർദിയാണ് എന്ന് മാത്രം റിജിനോട് അവൻ പറഞ്ഞു. പിന്നെ അവന്റെ തോളിൽ ചാരി. തീർത്തും അവശനായി കഴിഞ്ഞിരുന്ന ഷാരോണിനെ വീട്ടിലാക്കി റിജിൻ മടങ്ങി. രാത്രിയോടെ ഒട്ടും വയ്യാതായ ഷാരോണിനെ വീട്ടുകാർ പാറശാല ആശുപത്രിയിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോയി. അതിനിടയിൽ താൻ കുടിച്ച കഷായത്തെക്കുറിച്ച് ഷാരോൺ ഗ്രീഷ്മയോട് പലവട്ടം അന്വേഷിച്ചു. കഷായത്തിലായിരിക്കില്ല, ജ്യൂസിലായിരിക്കും അപകടമെന്ന് അവൾ അവനോട് പറഞ്ഞു. നേരത്തെ അമ്മയെക്കൊണ്ട് യാത്ര പോയ ഓട്ടോ ഡ്രൈവർ തിരികെ വന്നപ്പോൾ അയാൾക്ക് താൻ ജ്യൂസ് കൊടുത്തിരുന്നു. അവനും ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞത്. ഇരുവരും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ കണ്ടാൽ അമ്പരന്ന് പോകും. അത്ര സ്നേഹാർദ്രമായി ഗ്രീഷ്മ അവരോട് സംസാരിക്കുന്നു. തളർന്നിരിക്കുമ്പോഴും വയറുവേദനയാൽ പിടയുമ്പോഴും വാവയെന്ന് അഭിസംബോധന ചെയ്ത് ഷാരോണിന്റെ ചാറ്റുകൾ. പാറശാല ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വൈകിട്ട് ഷാരോണിനെ വീട്ടുകാർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം ആരോഗ്യം കൂടുതൽ മോശമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി രാത്രിയായതോടെ വലിയതുറയിലെ ബന്ധുവീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കമുണർന്നപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി. വായിൽ നിറയെ വ്രണങ്ങൾ. ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ENT വിഭാഗത്തിലെത്തി. വാ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. വാ നിറയെ വലിയ വ്രണങ്ങൾ. പെട്ടെന്ന് തന്നെ അവൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി. ആന്തരികാവയവങ്ങൾ പ്രവർത്തനരഹിതമാകുന്നു. ഡോക്ടർമാർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആവർത്തിച്ചൊരു നേഴ്സിൻ്റെ ചോദ്യം, എന്തെങ്കിലും കുടിച്ചോ? കഷായം കുടിച്ചോ എന്നവൻ ഒടുവിൽ മറുപടി പറഞ്ഞു. ഇക്കാര്യം മനസ്സിലാക്കിയ ഷാരോണിൻ്റെ സഹോദരൻ ഷീമോൻ ഗ്രീഷ്മയെ വിളിക്കുന്നു. എന്ത് കഷായമാണ് കൊടുത്തത്? ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ശബ്ദരേഖ അവിടെയാണ് കിട്ടുന്നത്. ഇതിനിടയിൽ കുടിച്ച കഷായത്തിൻ്റെ വിവരമറിയാൻ ഷാരോൺ ഗ്രീഷ്മയുമായി മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്തതിൻ്റെ മുഴുവൻ വിവരങ്ങളും വീട്ടുകാർ മനസ്സിലാക്കുന്നു. ഷാരോണിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോഴാണ് നിർണായകമായ പല വിവരങ്ങളും വീട്ടുകാർക്ക് ലഭിച്ചത്. ഗ്രീഷ്മയുമായി നടത്തിയ ചാറ്റിൽ ജ്യൂസ് കുടിച്ചതിനെക്കുറിച്ചും ജ്യൂസ് ചലഞ്ചിനെക്കുറിച്ചുമൊക്കെയുള്ള പരാമർശങ്ങൾ. ഇതെല്ലാം കൂട്ടി വായിച്ച ഷീമോന് ഒരു കാര്യം മനസ്സിലായി. ചതിവ് സംഭവിച്ചിരിക്കുന്നു. 2 കുപ്പിയുമായി നിൽക്കുന്ന ഗ്രീഷ്മയുടെ വീഡിയോ, ജ്യൂസ് കുടിക്കാൻ മടി കാട്ടുന്ന ഷാരോൺ രാജിൻ്റെ ചിത്രങ്ങൾ. എന്തിനാണ് ഷാരോൺ ഇതൊക്കെ വീഡിയോയിലേക്ക് പകർത്തിയത്? ഒരുപക്ഷെ ഇതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയമാകാം. അതുറപ്പിക്കുന്നതാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുന്ന ആ തൂക്കുകയറും. പിന്നീട് ഷീമോനോടും മറ്റുള്ളവരോടുമൊക്കെ കട്ടയ്ക്ക് നിന്ന ഗ്രീഷ്മ പോലീസിന് മുന്നിൽ ഷാരോണിന് താൻ വിഷം നൽകിയിട്ടില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആദ്യം പകച്ചുപോയ പാറശാല പോലീസ് പിന്നീട് ശക്തമായ തെളിവുകൾ കാട്ടി ഗ്രീഷ്മയെ കുരുക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത് നിർണായകമായ ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ്. ഒക്ടോബർ 20-ാം തീയതി മൾട്ടി സ്പെഷ്യാലിറ്റി ICUയിൽ നേരിട്ടെത്തി മജിസ്ട്രേറ്റ് ഷാരോൺ രാജിൽ നിന്ന് മൊഴിയെടുക്കുന്നു. അതുവരെ നിസ്സാരമായി കണ്ട കേസ് പിന്നീട് പോലീസ് ഗൗരവത്തിലെടുക്കുന്നു. എന്നാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും അവൻ ഗ്രീഷ്മയെ തള്ളി പറയുന്നില്ല. മരണമൊഴിയിലും അവൻ ഗ്രീഷ്മയെ ചേർത്ത് പിടിച്ചു. പ്രാണന് തുല്യം അവൻ സ്നേഹിച്ച ഗ്രീഷ്മയെ സംശയിക്കാൻ അവൻ അപ്പോഴും മനസ്സ് വന്നില്ല. മെഡിക്കൽ കോളേജിലെ അവൻ്റെ 11 ദിവസങ്ങൾ നരകയാതനയാണ് അവൻ അനുഭവിച്ചത്. ഒരു തുള്ളി വെള്ളമിറക്കാൻ കഴിയാതെ ആന്തരികാവയവങ്ങളൊക്കെ ദ്രവിച്ച് തീരുന്നു. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ഷാരോൺ ഉറപ്പിക്കുന്നു. ഫോണിലെ തെളിവുകളും ഷീമോൻ ഗ്രീഷ്മയുമായി സംസാരിച്ച സംശയവുമൊക്കെ ഷാരോൺ രാജിൻ്റെ അച്ഛൻ അവരോട് ചോദിച്ചു. മോനെ, ഈ തെളിവുകളൊക്കെ ഞങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കുന്നു. ഒടുവിൽ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഷാരോൺ രാജ് അവൻ്റെ അച്ഛനോട് തുറന്നു പറയുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ പോലും പറയാത്ത പല തെളിവുകളും അച്ഛന് മുന്നിൽ അവൻ സത്യസന്ധതയോടെ തുറന്നു പറഞ്ഞപ്പോൾ അച്ഛൻ നിസ്സഹായതയോടെ എല്ലാം കേട്ടിരുന്നു. പിന്നീട് പോലീസിന് മുന്നിലെത്തി അച്ഛൻ ഇതൊക്കെ പറയുമ്പോൾ അതിന് മറ്റ് തെളിവുകൾ കാട്ടാനില്ല. മജിസ്ട്രേറ്റ് എത്തി മരണമൊഴിയെടുത്തപ്പോൾ പോലും പറയാത്ത കാര്യങ്ങൾ അച്ഛനോട് മകൻ പറഞ്ഞു എന്ന വിശദീകരണം പോലീസിന് പോലും ദഹിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഒക്ടോബർ 27-ാം തീയതി പോലീസ് അന്വേഷണത്തിൽ ഷാരോണിൻ്റെ കുടുംബം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. തുടർന്നാണ് ഒക്ടോബർ 29-ാം തീയതി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നത്. ഒടുവിൽ കേരളം കാണുന്നത് ഷാരോണിൻ്റെ അച്ഛനെയും അമ്മയെയും തൻ്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു വരുത്തി നീതി നടപ്പാക്കുന്ന ഒരു ജഡ്ജിയെയാണ്. കേരള നിയമസഭയുടെ സെക്രട്ടറി എന്ന നിലയിൽ പലവിധ നിയമങ്ങളുടെ പിന്നണിയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയായ ജസ്റ്റിസ് AM ബഷീർ. ഇതിനു മുൻപ് ഇതേ ജഡ്ജി വധശിക്ഷയ്ക്ക് വിധിച്ച 3 പേർ കൊലക്കയർ കാത്തുകിടക്കുന്നു. ഗ്രീഷ്മ എന്ന പ്രതിയുടെ ഈ ക്രൂരകൃത്യത്തിന് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും അർഹിക്കുന്നില്ല എന്ന് ജഡ്ജി AM ബഷീർ
വിധിയെഴുതിയതോടെ ഗ്രീഷ്മയ്ക്ക് മുന്നിൽ തൂക്കുകയർ തെളിഞ്ഞു. വരും തലമുറയ്ക്കും ഇത് വല്ലാത്തൊരു കഥയായിരിക്കും. ലൈംഗികത പറഞ്ഞ് ഒടുവിൽ ഷടാകപാനീയം നൽകിയ ഗ്രീഷ്മ, മരണക്കിടക്കയിലും കാമുകയെ സ്നേഹിച്ച ആ കാമുകൻ. ഗ്രീഷ്മയുടെയും ഷാരോൺ രാജിന്റെയും കഥ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.